ഗായ്സ്, വെൽക്കം ടു ഒരു വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണിത്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഫേസ് പാക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ടാൻ മാറാനും അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് മാറാനും. ഇപ്പൊ കണ്ടോ, എനിക്ക് കുറച്ച് പിമ്പിൾസ് ഇപ്പൊ അധികമായിട്ട് കവിളിലുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഭയങ്കര ഓയിലി ഫുഡ് കഴിക്കുന്നുണ്ട്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് ആവറായി, അത് രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അധികമായിട്ട് പിമ്പിൾസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പണ്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഫേസ് പാക്കോട് ഞാൻ വരുള്ളൂ. അതും ആ ഒരു ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക്. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് അത് മാറ്റിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു മാറ്റം തന്നെ വരും. അപ്പൊ നമുക്ക് ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ പാക്കിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ പാലും ഇരട്ടി മധുരത്തിന്റെ പൊടിയുമാണ്. ഇരട്ടി മധുരത്തിന്റെ പൊടി അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇരട്ടി മധുരത്തിന്റെ പൊടി ഇടുകയാണ്. ഇത് ഇരട്ടി മധുരത്തിന്റെ പൊടി രോഷാദി വടകത്തിന്റെ ഡപ്പിയിൽ ഇട്ടേക്കണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇത് രോഷാദി വടകം അല്ല. അപ്പൊ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കട്ട കെട്ടാണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ കുറുക്കിയെടുക്കണം. നല്ലപോലെ കട്ട കെട്ടാണ്ട് ചെറിയൊരു കുഞ്ഞൊരു ഫ്ലെയിമിൽ നല്ലപോലെ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു കിണ്ണത്തിലോട്ട് അതിനെ മാറ്റണം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. അപ്പൊ നമുക്ക് ഈ ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് കുറച്ച് ചെറു ചൂടോടെ അപ്ലൈ ചെയ്യണം നല്ലത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ചൂട് ഇച്ചിരി പോയി, എന്നാലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെറു ചൂടോടെ അപ്ലൈ ചെയ്യണം. എങ്കിലും നമ്മുടെ മുഖക്കുരുവിനൊക്കെ നല്ല മാറ്റം വരുള്ളൂ. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, നല്ല രസം. ഇത് കുറച്ച് കട്ടിക്ക് തന്നെ ഡബിൾ ലെയർ ആയിട്ട് ഇട്ടു കേട്ടോ. കാര്യം അത് നമ്മുടെ മുഖക്കുരുവൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഡബിൾ ലെയർ ആയിട്ട് കുറച്ച് കട്ടിക്കാൻ ഇട്ടാൽ നല്ല ഒരു മാറ്റം നമുക്ക് വരും. അപ്പൊ നമുക്കിത് ഉണങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്കിത് ഒരു അരമണിക്കൂർ വരെ നമുക്ക് വച്ചേക്കണം. അപ്പൊ ഉണങ്ങിയിട്ട് എന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ അതെ, നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് ഇട്ടേന്ന് ഉണങ്ങിയപ്പോ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉണങ്ങിയപ്പോ ഇങ്ങനത്തെ ഒരു ലുക്കിലിരിക്കും. അപ്പൊ ഇനി ഇതിനെ നമ്മൾ ഇപ്പൊ മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ചെറിയൊരു ചൂട് വെള്ളത്തിൽ കഴുകി കളയണം. അല്ലാത്തവരാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള വാട്ടറിൽ കഴുകിക്കളാം. അപ്പൊ ഞാൻ പോയി ചെറിയൊരു ചൂട് വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് വരാം. അപ്പൊ ഞാൻ എന്റെ പാക്കൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ചെറു ചൂട് വെള്ളത്തിലാണ് പാക്ക് കഴുകി കളഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ എനിക്കിത് ഇവിടെയൊക്കെ മുഖക്കുരു ഉള്ളത് കൊണ്ട് തന്നെ ചെറു ചൂട് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ അത് കുറച്ചുകൂടെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മുഖക്കുരു അധികം ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഉള്ള പച്ചവെള്ളത്തിലൊക്കെ മുഖം കഴുകിയാൽ മതി. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഒരു ചെറു ചൂട് വെള്ളത്തിൽ മുഖം കഴുകാൻ നല്ലതായിരിക്കും. അപ്പൊ ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ മാക്സിമം രാത്രി ഇടാൻ തന്നെ ശ്രമിക്കുക. കാര്യം വെച്ചാൽ രാത്രി ഇടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇടാൻ ശ്രമിക്കണം. കണ്ടിന്യൂസ്ലി ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ഫേസിൽ വരത്തുള്ളൂ. പിമ്പിൾസ് കുറയും, അതേപോലെ ടാനർ റെഡ്യൂസ് ആവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു പാക്ക് എന്നൊക്കെ ഒന്ന് പറയണം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.